ഹായ് മൈ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നില്ലേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് റീസെൻ്റ്ലി ഇല്ലേ എൻ്റെ ഐബ്രോ വളരെ തിന്നായിപ്പോയി കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഐബ്രോയിലെ രോമങ്ങൾ തന്നെ പൊഴിഞ്ഞു പോയി തുടങ്ങി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഈ ആവണക്കള്ള അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആവുമെന്നുള്ളത് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ, കാസ്റ്റർ ഓയിൽ 2 വീക്സ് കൊണ്ട് ഞാൻ കാസ്റ്റർ ഓയിൽ പുരട്ടുന്നുണ്ട്. എൻ്റെ ഐബ്രോസിലും കണ്ണിൻ്റെ പീലികളിലും എല്ലാം ഞാൻ പുരട്ടുന്നുണ്ട്. അപ്പോൾ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു, കുറച്ചുകൂടി തിക്കറായി. അപ്പോൾ അതെങ്ങനെ ഞാൻ യൂസ് ചെയ്തെന്നാണ് ഇപ്പം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. ഇത് ഒരു മസ്കാരയുടെ ബോട്ടിലാണ് കേട്ടോ. ഈ മസ്കാരയുടെ ബോട്ടിൽ ശുദ്ധമായ ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ, ഞാൻ ഉപയോഗിച്ച കാസ്റ്റർ ഓയിൽ കോൾഡ് പ്രസ്ഡാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോൾഡ് പ്രസ്ഡ് ശുദ്ധമായ ആവണക്കെണ്ണ, അതിൽ വെർജിൻ ആയിരിക്കണം. നമ്മുടെ മുഖത്തും കണ്ണിലും ഒക്കെ ഉപയോഗിക്കാനുള്ളത് ഉണ്ട്, അത് ഓർഗാനിക് തന്നെ എടുക്കുകയും വേണം. ഈ ഒരു ബോട്ടിൽ കാണാമല്ലോ, ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്ന മസ്കാര ഇടുന്ന ഒരു ബോട്ടിലാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു, തുടച്ച് ആ കരിയെല്ലാം മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു 2 ടീസ്പൂണോളം കാസ്റ്റർ ഓയിൽ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, എൻ്റെ പുരിക ഉണ്ടല്ലോ, കാണാവോ, ഇതുപോലെ 2 പുരികവും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ഐ ലാഷസിലും വളരെ ശ്രദ്ധാപൂർവം ഒന്ന് കോട്ട് ചെയ്തു. അപ്പോൾ ഇത് 2 പ്രാവശ്യം ഞാൻ ചെയ്തു കേട്ടോ. 2 പ്രാവശ്യം ഇതേപോലെ കോട്ട് ചെയ്തു, 2 സൈഡിലും ഇതുപോലെ ചെയ്തു. 15 മിനിറ്റ് തന്നെ ഇത് ഇട്ടതിന് ശേഷമാണ് ഞാൻ കുളി കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐബ്രോസും ഐലാഷസും കുറവാണെങ്കിൽ അത് വളർത്താൻ നല്ല ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.